ഒരു വ്യക്തി ഒരു ആശയത്തിനായി മരിക്കാം, പക്ഷേ ആ ആശയം അവൻ്റെ മരണശേഷം ആയിരം ജീവിതങ്ങളിൽ അവതരിക്കും. സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിന്ന്. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം. ഓർക്കാം നേതാജിയെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ വിപ്ലവ നായകനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഉശിരുകൊണ്ടും ഉൾക്കരുത്തുകൊണ്ടും ധീരമായി നേരിട്ട വ്യക്തി. അദ്ദേഹത്തെ ഓർക്കാൻ രാജ്യം എല്ലാ വർഷവും ജനുവരി 23 നേതാജി ദിനമായി ആചരിക്കുന്നു. വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തുചാടിയ അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നിരന്തരം പോരാടി. ഭയം എന്നൊരു വാക്ക് ആ ജീവിത നിഘണ്ടുവിൽ ഇല്ലായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കുന്നതിനായി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചു. ഗാന്ധിജിയോട് ബഹുമാനം പുലർത്തുമ്പോൾ തന്നെ തെറ്റെന്ന് തോന്നിയ നടപടികളെ രൂക്ഷമായി വിമർശിക്കാനും അദ്ദേഹം മടിച്ചില്ല. സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിനെ പരാജയത്തിന്റെ ഏറ്റുപറച്ചിലെന്നാണ് ബോസ് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയോട് എതിർപ്പുണ്ടായിട്ടും കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ സ്വീകാര്യതയെ കാണിക്കുന്നു. അറസ്റ്റുകളും ജയിൽവാസവും ഒരിക്കലും തളർത്തിയില്ല. സഹായം അഭ്യർത്ഥിച്ച് ഹിറ്റ്ലറെ പോലും കാണാൻ അദ്ദേഹം മടിച്ചില്ല. ഒരു മുങ്ങിക്കപ്പലിൽ ജപ്പാനിലെത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രധാനമന്ത്രിയുടെ ടോജോയുടെ പിന്തുണയുറപ്പിക്കാൻ ബോസിനായിരുന്നു. ഫ്രീ ഇന്ത്യ സെന്ററിനും ഫ്രീ ഇന്ത്യ റേഡിയോയ്ക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. നേതാജി എന്നും പോരാട്ടങ്ങളുടെ മുന്നണിയിലുണ്ടായിരുന്നു. ധീരനായ ആ പോരാളിയെ ഹൃദയവായ്പോടെ രാജ്യം എന്നും ഓർമ്മിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.